ഹലോ ഫ്രണ്ട്സ്, ടൈപ്പ്സ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറിക്സിനെ പറ്റിയാണ്. ജനറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് വേരിയബിളാണ്. നമുക്കത് ഉപയോഗിച്ച് ക്ലാസ്സും മെത്തേഡ്സും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കോഡ് നമുക്ക് റീയൂസബിൾ ആണ്. അപ്പോൾ നമുക്ക് മാപ്പ് പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്യാം. അപ്പം നമുക്ക് നേരെ ഒരു എക്സാമ്പിളിലോട്ട് കിടക്കാം. അപ്പം ജനറിക്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ കൊടുക്കുന്നത് നെയിം വാല്യൂ എന്ന് പറയുന്നു. ഇതാണ് ക്ലാസ്. ഇവിടെ നമ്മളിവിടെ ക്ലാസ്സിൻ്റെ ടൈപ്പ് നമ്മൾ ടി എന്ന് പറയുക. അതിനുശേഷം നമുക്കിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അതിന് പ്രൈവറ്റ് ടൈപ്പായിട്ട് പറയാം. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രൂ ഫംഗ്ഷനുകളിൽ കൂടെ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. അതാണ് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ. വേരിയബിളിൻ്റെ പേര് കൊടുക്കുന്നു. ഇവിടെ ഞാൻ വാല്യൂ എന്ന് കൊടുക്കുന്നു. ഇവിടെ ഞാൻ അതിൻ്റെ ടൈപ്പ് ടി എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ എറർ മാറാൻ വേണ്ടി അൺഡിഫൈൻഡ് എന്ന് നമുക്ക് ഇങ്ങനെ പറയാം. ഇവിടെ നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. കൺസ്ട്രക്ടർ ഇവിടെ നമ്മൾ പ്രൈവറ്റ് നെയിം എന്ന് പറയുന്നു. അത് ടൈപ്പ് സ്ട്രിങ് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുക്കുന്നൊന്നുമില്ല. ഇനി അടുത്തത് നമ്മൾ ഗെറ്ററും സെറ്ററും ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം സെറ്റർ ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് സെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവഴിയാണ് വാല്യൂ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പറയുന്നു, ഇവിടെ വാല്യൂ അതിൻ്റെ ടൈപ്പ് ടി എന്ന് പറയുന്നു. ഇവിടെ ദിസ് ഡോട്ട് വാല്യൂ ഈക്വൽസ് വാല്യൂ എന്ന് പറയുക. അത് പുറത്തുനിന്നുള്ള വാല്യൂ നമുക്ക് ഈ ജനറിക് ക്ലാസ്സിലോട്ടുള്ള വാല്യൂ ആക്കി എടുക്കുന്നു. ഇനി അതുപോലെ തന്നെ അത് റിട്ടേൺ ചെയ്യുന്നതിന് നമ്മൾ അതിനകത്ത് വാല്യൂ ഗെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗെറ്റർ വയ്ക്കുന്നു. ഇവിടെ ഗെറ്റ് വാല്യൂ എന്ന് പറയുക. ഇവിടെ അതിൻ്റെ ടൈപ്പ് നമ്മളിവിടെ ഇതുപോലെ തന്നെ ടി എന്ന് പറയുക, ഓർ അൺഡിഫൈൻഡ് എന്ന് പറയുക. ഇവിടെ നമ്മൾ റിട്ടേൺ ദിസ് ഡോട്ട് വാല്യൂ പറയുക. നമ്മൾ ഗെറ്റ് ചെയ്ത വാല്യൂ, അതിനകത്ത് ഉള്ള വാല്യൂ നമ്മളിത് റിട്ടേൺ ചെയ്യുന്നു. അപ്പം ഗെറ്ററും സെറ്ററും റെഡിയാണ്. ഇനി നമുക്ക് അടുത്തത് ടു സ്ട്രിങ് ആണ്. പബ്ലിക് ടു സ്ട്രിങ് എന്ന് പറയുക. ടു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഫോർമാറ്റിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഇതിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആയിട്ട് പറയുന്നു. ഇവിടെ നമ്മൾ റിട്ടേൺ പറയുക. ഇവിടെ ദിസ് ഡോട്ട് നെയിം പ്ലസ് ഒരു കോളൻ പ്ലസ് ദിസ് ഡോട്ട് വാല്യൂ എന്ന് പറയുക. ഇത്രയുമേ ഉള്ളൂ. ഇതിപ്പം ക്ലാസ് ജനറിക് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നെയിം വാല്യൂ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ലെറ്റ് അഡ്രസ് എന്ന് പറഞ്ഞിട്ടൊരു അഡ്രസ് 1 ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ന്യൂ നെയിം വാല്യൂ പറയുക. എന്നിട്ട് എന്താണ് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ഞാനിവിടെ ഫോൺ നമ്പർ എന്ന് പറയുന്നു. ഫോൺ നമ്പർ. ഇനി നമുക്കതിന് വാല്യൂ കൊടുക്കാം. അഡ്രസ് 1 ഡോട്ട് സെറ്റ് വാല്യൂ പറയുക. എന്നിട്ട് ഫോൺ നമ്പർ കൊടുക്കുക. 1 2 3 4 5 6 7 8 9 0. സോ ഒരു 10 ഡിജിറ്റ് ഫോൺ നമ്പർ കൊടുത്തു. ഇനി നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് console.log അഡ്രസ് 1 എന്ന് പറഞ്ഞാൽ മതി. ടു സ്ട്രിങ് പറഞ്ഞില്ലെങ്കിലും അത് ആ ഫോർമാറ്റിൽ അതൊന്ന് പ്രിൻ്റ് ചെയ്യും. നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാം. കമ്പൈൽ ചെയ്യാനായിട്ട് tsc generic ഡോട്ട് ts എററൊന്നുമില്ല. നമുക്കൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്യാനായിട്ട് നോഡ് generic ഡോട്ട് js എന്ന് പറയുക. നമുക്ക് കാണാം നെയിം വാല്യൂ, ഇവിടെ നെയിം ഫോൺ നമ്പർ വാല്യൂ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറായിട്ട് എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.